നോക്കൂ, എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണമെന്നല്ല. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയിട്ട് മാധ്യമത്തിൽ അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്കിൽ ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ല, ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. കോഴിക്കോടേക്ക് വരാനും പോകാനും കുഴപ്പമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ സ്ഥിതി ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ ഉറപ്പുമായിട്ട് പാർലമെന്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം, നല്ലത് മാധ്യമക്കാരുടെ മുമ്പിലല്ല. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ. ഞാൻ എന്റെ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം ഉള്ളതാണോ ഈ എറണാകുളത്തെ ആ ഒരു വിഷമം? അതിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞു എനിക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വേറെ ഒന്നും അതിനേക്കാൾ കൂടി ചേർത്താൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഉദ്ദേശമായിരുന്നു, ഞാൻ പാർട്ടി നേതൃത്വം പറഞ്ഞത് ഇവിടെ വരട്ടെ. ഈ ശ്രീനാരായണ ഗുരു പുസ്തകം പ്രത്യേകിച്ച് എനിക്ക് ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അത് കേരളത്തിനെ ബന്ധപ്പെട്ടതും എന്റെ ഓരോരോ ചിന്തകളെ കുറിച്ച് എനിക്ക് ആ പുസ്തകത്തിനെ പ്രകാശിപ്പിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ എനിക്ക് ഒരിക്കൽ മുടക്കേണ്ടി വന്നു, രാഷ്ട്രീയ ചടങ്ങിന്റെ കാരണം. അതുപോലെ തന്നെ ഇതിനെയും മുടക്കേണ്ട പറഞ്ഞ് ഇവിടെ വന്നതാണ്. അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം ഞാൻ പിന്നെ